ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അങ്ങനെ ചെറിയ പെരുന്നാൾ ഇവിടെ വന്നെത്തി. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളിൻ്റെ ഒരു വ്ളോഗാണ്. രാവിലെ സുബഹ് നിസ്കരിച്ചു, പിന്നെ കുറച്ച് ഓതി, അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മ അവിടെ ചായ വെച്ചിരിക്കുന്നു. പിന്നെ പഴം പൊരിക്കാനുള്ള ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഈദിനും പഴംപൊരിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കാറ്. നിങ്ങളെന്താ രാവിലെ ഉണ്ടാക്കാറ്? അങ്ങനെ രാവിലത്തെ ചായ നല്ല റാഹത്തായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു. പിന്നെ ഉമ്മ അവിടെ ബീഫ് റെഡിയാക്കുകയാണ്. ഇപ്പുറത്ത് ഉപ്പേരിയാണ്, ചിക്കൻ മസാല കൂട്ടി വെച്ചിരുന്നു. പിന്നെ എൻ്റെ പണി തുടക്കൽ, അടിക്കൽ, അങ്ങനത്തെ കുറച്ച് പണിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 11:15 പിന്നെ പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾക്ക് സാധാ ചോറും ബീഫും ചിക്കനും പുളിങ്കറി, പപ്പടം, ഉപ്പേരി, അതൊക്കെയാണ് കേട്ടോ. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞത് മതി, ഉണ്ടാക്കി തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. എൻ്റെ ബ്രദറാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത്. എന്തായാലും ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മറിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ നൈറ്റ് ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോയി. മാമി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നാളെ വരുള്ളൂ, സർപ്രൈസ് ആയിട്ടാണ് ചെന്നത്. പക്ഷേ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല, അവരവിടെ ഉണ്ടായില്ല. എൻ്റെ വേറൊരു മാമൻ്റെ വീട്ടിൽ വെച്ചിട്ട് പടക്കമൊക്കെ പൊട്ടിക്കായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് മാമിയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ അവർ അപ്പോൾ സർപ്രൈസ് ആയിട്ടോ, കാരണം അവരറിഞ്ഞിട്ടില്ലല്ലോ വരില്ല എന്നല്ലേ വിചാരിച്ചു. അങ്ങനെ സർപ്രൈസൊക്കെ അങ്ങനെ ഇതൊക്കെ അവിടുത്തെ കുട്ടിപ്പട്ടാളംസാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം പടക്കം പൊട്ടിക്കലും അവരെ പൂത്തിരി കത്തിക്കലും എല്ലാം കണ്ടിങ്ങനെ ഇരുന്ന്. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇവിടുന്ന് അനൂക്ക് മാമ മേടിച്ചെടുത്തിരുന്ന പടക്കവും പൂത്തിരിയൊക്കെ അവൻ ഇരുന്ന് കത്തിച്ച് അത് നിരത്തി വെച്ചതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ അവൻ കാണിക്കുന്നത്. അതിന് പിന്നെ ഞാനും മാമിയും അവനും കൂടി അതൊക്കെ പൂത്തിരിയും ഇതൊക്കെ കത്തിച്ചിരുന്നു. വെറൈറ്റി പൂത്തിരീസ് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കൂ, റെഡ് കളറൊക്കെ. മേശപ്പോൾ നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. ചക്രം ഒന്ന് പൊട്ടി, പിന്നെ ഒന്ന് വീഡിയോയിൽ റെഡി ആയിട്ടില്ല. അങ്ങനെ ഇവിടെ പൊട്ടിക്കുന്നുണ്ടപ്പോൾ അവിടുത്തെ കുട്ടിപ്പട്ടാളംസൊക്കെ ഇങ്ങനെ തന്നെ വന്ന്. അതിന് അവരും കുറച്ച് നേരം ഇതൊക്കെ കണ്ടു. പിന്നെ വേറെ എന്തോ പൊട്ടിച്ചിരുന്നത്, അതിൻ്റെ പേരൊക്കെ അറിയില്ല. മേലെ പോയി പൊട്ടുന്ന അങ്ങനെ അതും പൊട്ടി. അങ്ങനെ ഇന്നത്തെ ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബായ്.